വിവാദങ്ങൾ മാത്രം സമ്മാനിച്ച് മുന്നേറുന്ന നവകേരള സദസ്സിന് നാളെ സമാപനമാകും. കോടികൾ ചിലവഴിച്ച് ഒരു മാസക്കാലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്നിച്ചു നടത്തിയ യാത്രയിൽ ലഭിച്ച 90% പരാതികൾക്കും പരിഹാരമായിട്ടില്ല. അതേസമയം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹാരമില്ലാതെ കെട്ടിക്കിടക്കുകയാണ്. കോഴിക്കോട് നിന്ന് ലഭിച്ച 45,897 പരാതികളിൽ പരിഹരിക്കപ്പെട്ടത് 793 എണ്ണം മാത്രം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, എല്ലാ ജില്ലകളിലും നവകേരള യാത്ര ഇങ്ങനെ ധൂർത്തും ആർഭാടകരവുമായി തുടരുമ്പോൾ ലഭിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. എല്ലായിടത്തും വെറും 1% പരാതി പരിഹാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കി പരാതികളൊക്കെ തന്നെ ഏത് വകുപ്പിന് പോലും അയക്കണമെന്നറിയാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. കോഴിക്കോട്ടെ കണക്കാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതായത് 45,000 മേലെ പരാതികൾ ലഭിച്ചപ്പോൾ വെറും 700ഓളം പരാതികൾക്ക് മാത്രമാണ് പരിഹാരം കണ്ടെത്താനായത്. അതാണ് കൃത്യമായ 46,000-ഓളം പരാതികൾ. ആ പരാതികൾ വന്നിട്ട് ഈ പറഞ്ഞ നവകേരള സദസ്സ് കോഴിക്കോട് നടന്ന നവംബറിലെ 3 ദിവസങ്ങളിൽ ഇത്രയധികം പരാതികൾ കോഴിക്കോട് വരുന്നു. ഈ പരാതികളൊന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ദിവസവും നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് 733 അല്ലെങ്കിൽ 733 പരാതികളാണ് നിലവിൽ ഈ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരിഗണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ പലതിനും പരിഹാരമായതല്ല. സർക്കാരിന്റെ കണക്കിൽ വിവിധ വകുപ്പുകൾക്ക് ഫോർവേഡ് ചെയ്തതും ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അത് എന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത് വരെയാണ് ഇത്തരത്തിൽ പരിഹാരമായവരുടെ ലിസ്റ്റുള്ളത് എന്നൊരു പ്രശ്നം കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടം മുതലുള്ള വിമർശനങ്ങളായിരുന്നു ഇത്രയധികം പരാതികൾ, അതായത് പ്രത്യേകിച്ച് സർക്കാർ ജനങ്ങളിലേക്ക് എത്തുന്നു എന്ന രീതിയിലുള്ള പ്രചരണവും വലിയ രീതിയിലുള്ള കുത്തിഘോഷിച്ചുള്ള പ്രചാരണം നടത്തിയ ശേഷം എന്നാൽ സർക്കാരോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരെങ്കിലും തന്നെ ജനങ്ങളെ നേരിട്ട് ഈ രീതിയിൽ സംവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കുറച്ച് പ്രമുഖരുമായി മാത്രം ചർച്ച നടത്തി മുഖ്യമന്ത്രി മടങ്ങുകയും മന്ത്രിമാർ അതിനൊപ്പം അനുഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് നവകേരള സദസ്സിലുണ്ടായത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ ഇരുത്തി അവരെ കൊണ്ട് പലയിടത്തു നിന്നും ഇത്തരത്തിൽ പരാതികൾ സ്വീകരിച്ചതല്ലാതെ കാര്യക്ഷമമായ ഒരു നടപടികളും ഇതിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ മാത്രം കണക്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇത് കേരളം മുഴുവനാകുമ്പോൾ ഈ നൽകിയിരിക്കുന്ന പരാതികളിൽ 90% ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടം മുതലുണ്ടായിരുന്ന എല്ലാ വിമർശനങ്ങളും ശരിവെക്കുന്ന രീതിയിൽ തന്നെ സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നവകേരള സദസ്സ് എന്തിനാണെന്ന ചോദ്യത്തിന് ആദ്യഘട്ടത്തിൽ അത് ജനങ്ങളിലേക്ക് സർക്കാരും മന്ത്രിമാരും ഇറങ്ങിച്ചെല്ലുകയാണ്, ജനങ്ങളെ നേരിട്ട് കാണുകയാണെന്നുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നു. പിന്നീട് മുഖ്യമന്ത്രി തന്നെ ഇത് നേരിട്ട് പരാതി സ്വീകരിക്കാനല്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. പിന്നീട് എല്ലാ വേദികളിലും രാഷ്ട്രീയം മാത്രം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പൊതുജനങ്ങളെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും പണം ഉപയോഗിച്ച് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയായി ഈ പരിപാടിയെ മാറ്റിയെടുത്തു, അല്ലെങ്കിൽ ആ പരിപാടി നടത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും യാഥാർത്ഥ്യമായ കാര്യം. പക്ഷേ സർക്കാർ ഇപ്പോഴും പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പരിപാടിയാണെന്നൊക്കെയുള്ളതാണ്. അതിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവുകളെ പറ്റിയുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു, അതിനുപയോഗിച്ച പണത്തെ പറ്റിയുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ സ്പോൺസർഷിപ്പുകളുടെ പേരിലൊക്കെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അതെല്ലാം അവിടെ തന്നെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഈ മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ പ്രതിഷേധിച്ചവരെ തല്ലിയൊതുക്കുന്ന സമീപനങ്ങൾ, അങ്ങനെ വലിയ വിവാദങ്ങൾ മാത്രമായി ഇത് മാറിയിരിക്കുന്നു. രാഷ്ട്രീയ ഒരു സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പ്രചാരണ പരിപാടിയെ മാത്രം നവകേരള സദസ്സ് ഒതുങ്ങിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന കണക്കുകൾ നൽകുന്ന അതിന്റെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും നടപടികൾ ഉണ്ടാകാതെ കെട്ടിക്കിടക്കുന്ന പരാതികളുടെ കൂട്ടത്തിലേക്ക് നവകേരള സദസ്സിന്റെ പരാതികൾ കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ പറയുന്നത് ഇത്രയധികം പരാതികൾ ഒറ്റയടിക്ക് പരിഹരിക്കാനുള്ള സംവിധാനം നിലവിലില്ല. 2-3 മാസങ്ങൾ കഴിഞ്ഞ് മാത്രമായിരിക്കും ഇതിൽ പലതും പരിഹരിക്കാൻ കഴിയുക എന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്. ശരി പ്രജിത്ത്, നവകേരള യാത്രയ്ക്ക് നാളെ സമാപനമാകുമ്പോൾ ലഭിച്ച പരാതികളിൽ 90% കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. പ്രജിത് മോഹനാണ് കോഴിക്കോട്ടെ വിവരങ്ങൾ നൽകിയത്.